നിങ്ങൾ ഇങ്ങനെ കറങ്ങിയെടുക്കല്ലേ ആക്രിക്കട കൊണ്ടേ വെക്കുവാനെ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. പോയിട്ട് 2 ഫുഡ് കഴിക്കാനുള്ള മന്തി. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ട. നമുക്കെല്ലാവർക്കും നമ്മളപ്പ മരിക്കുന്നതിന്റെ മുന്നേ ചെറിയ മക്കളാവുമ്പോ മീൻ കുട്ടി ഇങ്ങനെ ഇതേമാതിരി കഴിച്ചിട്ട് അവരുള്ള ചോറ് നമുക്ക് തരും. ആർക്കെങ്കിലും നിങ്ങൾ ഇങ്ങനെ വരില്ലല്ലോ, എനിക്ക് എന്റെ മുപ്പോഴും വയറ് തരും. അവൻ കേക്കണ്ട. യൂട്യൂബ് തൊപ്പി തന്നതല്ലാണ്ട് ഇതുവരെ ഞാനത് എത്തിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തു പോയപ്പോ ഇതിമേല് മൗണ്ട് ഉണ്ടായിരുന്നു, ഗോപ്ര മൗണ്ട് ചെയ്യാനുള്ള. അത് ആരോട് തൂരി കൊണ്ടുപോയി. നിങ്ങൾക്ക് ഇവൻ അവിടെ നീട്ടി ഇന്ന് നമ്മളിപ്പോ റോഡ് സൈഡിൽ നിന്ന് ഒരു ചക്കൻ കിട്ടിയിട്ടുണ്ട്. അവിടെ അങ്ങനെ വെറുതെ അങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ ഞാൻ പിടിച്ച് വണ്ടിയിൽ ഇട്ടതാണ്. നമ്മൾ വിൽക്കാൻ കൊണ്ടുപോലെ ആക്രിക്കട കൊണ്ടേ വെക്കുവാനെ. ഇതെന്താ ചിഫിനെ കൈമലി ഇതെങ്ങനെയാ ആണല്ലേ? വെരി വണ്ടി കയറി ചോദിച്ചത് എന്താ അറിയാം ഫസ്റ്റ്. പിന്നെ അതന്നെ പ്രൊഫഷണൽ ആൾക്കാരാകുമ്പോ ചോദിക്കും. എന്താ ചോദിച്ചേ? കൈ മുറിഞ്ഞല്ലോ. എന്നോട് ചോദിച്ചു, അല്ല നമ്മള് വീഡിയോയില് കൈ മുറിഞ്ഞതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. പ്രശ്നമുണ്ടോ? അപ്പൊ ഞാൻ നോ പ്രോബ്ലം, ഞാൻ ഗ്രാഫിക്സ് ചെയ്തിട്ട് എന്റെ കൈ വെച്ച് വണ്ടി കയറ്റാം, അല്ലെങ്കിൽ ഡോറാബുജിന്റെ കൈ എടുത്ത് കേൾക്കാന്ന് പറഞ്ഞു. ഏതാ വേണ്ടി? ഡോറാബുജിന്റെ കൈ വേണോ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കൈ വേണോ? എന്റെ കൈ വേണോ അല്ലെങ്കിൽ ഡോറാബുജിന്റെ കൈ വേണോ? അനക്ക് ഏതാ പറ്റിയ പറയും. അനക്ക് ഏതാ വേണ്ടി? ഏതാ ഡോറിനോ മതിയോ? ചതിച്ചില്ലേ ഗൈസ്? നമ്മളെങ്ങോട്ടാ പോണെന്നറിയോ? ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനത്തെ മനുഷ്യന്മാരാ ഞാൻ ആദ്യമായിട്ട് കണ്ടു കേട്ടോ. ഞാനൊരു മാസ്ക് വെച്ച പോലേക്ക് മാസ്ക് ഫ്രീ ആയിട്ടോ. ഇനി മാസ്ക് ഇല്ലെങ്കിൽ തന്നെ കോക്കാച്ച് പിടിക്കണ്ട കേട്ടോ. കടയിൽ നിന്ന് ഒരു മാസ്ക് മേടിച്ച് മൂപ്പര് പറഞ്ഞു എന്നോട് പറയണേ, ഞങ്ങളത് ഇടാൻ വേണ്ടി മേടിച്ചാണ്, ഇത് കൊണ്ടുപോയി കുഴപ്പമില്ല. നമുക്ക് ട്രെയിൻ വരാൻ ചേരണോ? ഇതിനെ കൊഞ്ഞനം കുത്തിന് തുറന്നൊരു വെച്ചേക്ക്. ഭയങ്കര വെയിലറി, വെയിലുള്ള വയ്യാന്നറി. എന്താ മോനെ ഇഷ്ടപ്പെട്ടോ? നമ്മളെ നാട്ടിൽ പ്രത്യേകം കിട്ടുന്ന ഒരു സാധനം, അത് കടുക്കിയും അതുപോലെ തന്നെ എരുന്തും. കടുക്കൊക്കെ വെള്ളത്തിലാക്കി കവറിലാക്കി വെച്ചിട്ടുണ്ട്. എന്താ രസം കാണാൻ. അവിടെ എന്താ വില? ഇത് വിലയില്ല. നമ്മളൊരു ഷൂട്ടിലാണ്, ഒരു ആഡിന്റെ ഷൂട്ടിൽ ചാലിയത്ത് വന്നിട്ട് അപ്പൊ ഒരു കിട്ടിക്കാച്ചൊരു RX കണ്ടു. വേറെ മൂഡ് കേട്ടോ. നമ്മളത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയോ? ഇതൊക്കെ ക്ഷീണിച്ചില്ലാണ്ടായിന്. അവിടെ ഇത് ഏതാടാ വണ്ടി? RX ഇങ്ങനെ ആക്കാൻ എത്ര റുപ്യായി? 1 ലക്ഷം റുപ്യ. ഇത് ശരിക്കും വണ്ടി പ്രാന്തം തന്നെ കേട്ടോ. ഹാഫ് അൽഫാം ആകുമ്പോ ഹാഫ് അൽഫാം ഫ്രീ, ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. കിടില ഓഫറാണ്. പുറത്തുനിന്ന് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ നോക്കിയതാട്ടത്. നിങ്ങൾക്ക് പേരെന്താ? എല്ലാരും നമ്മൾ സഹകരിച്ച എല്ലാവർക്കും സ്പെഷ്യൽ റേസ്. ഓക്കെ, താങ്ക്സ് ഗൈസ്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ 3 ഡിഗ്രിക്കാരാ? എവിടെ പഠിക്കുന്നേ? ഫറോക്കുളയിലോ? ഞാൻ +2 വരെ ഫറോക്കുളയില്. നിങ്ങൾ ഇങ്ങനെ കറങ്ങിയെടുക്കല്ലേ? ഒരു ഫോട്ടോ, ഒരു പിക്ക് അടിച്ചോ. ഞാൻ വിചാരിച്ചു എന്റെ കൂടുതൽ സെൽഫി ആയിരിക്കും ഞാൻ വിചാരിച്ചു. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫോട്ടോ വേണ്ടേ? ആണല്ലേ? ഫോട്ടോ എടുത്തരാ. നിന്നോ, വിഷയമുള്ള കാര്യമില്ല. ഒരു ഫോട്ടോ 5 റുപ്യ. എന്താ പാട്? ഇങ്ങനെ കറങ്ങല്ലേ കുട്ടാ? ആണല്ലേ? അവിടെ എനിക്ക് ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു ഇവിടെ എന്താണ് ഈറ്റുമോർ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു. അടാ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നല്ലേടാ. എന്നാ സ്റ്റോറി എന്നെ മെൻഷൻ ചെയ്താട്ടോ. ഈറ്റുമോർ റെസ്റ്റോറന്റ് ആട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. നല്ല കിഡില ആംബിയൻസ് ആട്ടോ. ഓപ്പോസിറ്റ് നമ്മളെ ബേപ്പൂര്. ഇവിടെ നമുക്ക് മീൻ ചുട്ടത് വേണോ അല്ലെങ്കിൽ അൽഫാം വേണോ? നമ്മളോട് വന്നപ്പോ കൂന്തൽ കല്ലുമ്മലിടുന്നുണ്ട്. സീ ഫുഡിന്റെ ഒരു ചാകരനായിരുന്നു. പിന്നെ കല്ലുമ്മലിട്ടോ. അൽഫാം ഇല്ലാതെ പിന്നെ കളിയില്ലാത്തോണ്ട് അൽഫാമും പറഞ്ഞു. നല്ല കിഡിലും ഫിഷ് പ്ലേറ്റർ വന്നു. കല്ലുമ്മക്കായ ചീസ് വേറെ മൂടട്ടോ. പിന്നെ കൂടുതൽ വന്നത് ചെമ്മീനായിരുന്നു. അതോ എമ്മാരി വലിപ്പുള്ള ചെമ്മീൻ, വേറെ മൂടിട്ടോ. നമ്മുടെ നാട്ടിൽ അതിന് സൂര്യ എന്നാ പറയല്ലേ. തട്ടിച്ചും മുട്ടിച്ചും കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ ചെമ്മീന്. ചെക്കൻ പിന്നെ കല്ലുമ്മക്കായ വിത്ത് ചീസുമാണ്ട് കൂടി. പിന്നെ അവിടെ നടന്ന യുദ്ധമായിരുന്നു. തീർക്കല്ലേ എന്നാല് ഈ ഇത് ഒറ്റക്ക് തിന്നു തീർക്കാൻ പ്ലാൻട്ടാ. എടാ കൊച്ചു കള്ളനെ. ഓ ഗൈസ്, കൊഞ്ചൊക്കെ ഇതിന് തോട് മാത്രമല്ലോ. ഇതൊക്കെ വന്ന് തിന്നാഞ്ഞ് എന്റെ നായി കോയിനെ പിടിച്ച മാതിരി ആക്കി വെച്ചല്ലോ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം. ഇതെന്താ പറയാ ഗൈസ്, റിംഗ് അല്ല. ഇത് കുറെ നേരമല്ലോ. പേഴ്സണലി ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്നറിയോ? ഇതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏതാ മൂഡ് ഗൈസ്? ഇത് ഈ സാധനം, ഇത് പോത്തിന്റെ എല്ലും മഹീന്ദ്ര ബാഹുബലി. ഇതൊക്കെ തീർക്കണ്ടേ? ഇതൊക്കെ തീർത്തിട്ടുകൾ നീച്ചാ മതി ഇവിടുന്ന്. ഇതൊക്കെ യുദ്ധഭൂമിയാക്കിയതിന്റെ ശേഷം ഒറ്റയടിക്ക് പോകാൻ ഫലത് ഉള്ള കുടിച്ചു. ഇതും കൂടി കുടിച്ചോ. ഇത് കുടിച്ചിട്ട് പോയാ മതി. അവിടെ എന്താ ആൾക്കാർ വർത്താനം പറയുന്നേ? വർത്താനം പറിച്ചില്ല. അടുക്കി
അടിക്കടാ. ഒരു 10,000 റുപ്യ ബില്ലാക്കിയതിന്റെ ശേഷം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായില്ലേ ഗൈസ്? ഇനി ഞങ്ങൾ പോകുന്നത് നമ്മൾ ആഷിഖിന്റെ കല്യാണമാണെന്ന്. ഒരുപാട് ലേറ്റ് ആയി. നമുക്ക് നേരെ വയറിൽ ഇങ്ങനെ ഒരു ക്യാപ്പ് ഇല്ല, എന്നാലും നമുക്ക് ഓനെ പോയി കണ്ടു വന്നേക്കാം. നല്ല വൈബാണല്ലോ അല്ലേ? ആ എല്ലാവർക്കും ഡയലോഗ് ഉണ്ട് അല്ലേ? അങ്ങനെ പറയും ഈ സാധനം വരണം. എന്നാ പിന്നെ നാളെ കാണാം അല്ലേ?